യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തയിലൂടെ കടന്നു പോകാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ ദാസനായ അബ്രഹാമിലൂടെ. അതെ, ദൈവം എങ്ങനെയാണ് അബ്രഹാമിനോട് ഇടപെടുന്നത്, അബ്രഹാമിൻ്റെ പ്രതികരണം എന്തായിരുന്നു, ഇതിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നതായ ആത്മീക പാഠങ്ങൾ എന്താണ് എന്ന് മാത്രമല്ല, ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം അത് കൂടുതൽ സുദൃഢമാകുവാനും ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ആവശ്യമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഈ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മളുടെ ക്രിസ്തീയ ജീവിത യാത്രയിൽ അല്ലെങ്കിൽ ക്രിസ്തുവിനോടൊപ്പമുള്ള നമ്മുടെ ജീവിതത്തിൽ ഇത് വളരെയധികം സഹായകരമാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ഞാൻ വളരെ നാളുകളായിട്ട് ഇതേ ഒരു ചിന്താവിഷയമാണ് പ്രധാനമായിട്ടും ഈ മോർണിംഗ് ഡ്യൂ പ്രഭാത വചന ധ്യാനത്തെങ്കിൽ നിങ്ങളുമായി പങ്കിടുന്നത്. ഇത് സംബന്ധിച്ച് ധാരാളമായ സന്ദേശങ്ങൾ നമുക്ക് പഠിക്കുവാൻ കഴിഞ്ഞു. ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മളുടെ പ്രായോഗികമായ ജീവിതം, അതേ ക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതം, അതിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം എന്താണ് പറയുന്നത്, നമ്മൾ എങ്ങനെയാണ് അങ്ങനെയുള്ള ഒരു ജീവിതത്തിലൂടെ കടന്നു പോകേണ്ടത്. അനേക ആളുകൾക്കും അതിനെക്കുറിച്ചുള്ള വേണ്ട അറിവില്ലാത്തതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം എന്താണ് പറയുന്നതെന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയാൽ ക്രിസ്തീയ ജീവിതം, ക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതം കൂടുതൽ സന്തോഷത്തോടെ അതേ ആസ്വാദികരമായി നമുക്ക് ജീവിക്കാൻ സാധിക്കും. ഞാൻ ഈ വേദഭാഗങ്ങളെല്ലാം നിങ്ങളോട് പങ്കിടുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ കടന്നുപോയ അനേക ദൈവഭക്തന്മാരുടെ ജീവിത അനുഭവങ്ങളിൽ നിന്നാണല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസം അബ്രഹാമിനോട് ദൈവം സംസാരിക്കുന്നതായ ഭാഗമാണ് എടുത്തത്. അതേ ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ. അബ്രാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാം. നമ്മൾ ഇന്നലെ ചിന്തിച്ചത് ഞാൻ സർവശക്തിയുള്ള ദൈവമെന്ന് അബ്രഹാമിനോട് ദൈവം പറയുന്നതായ ഭാഗമാണ്. ഈ ഒരു വാക്കിന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ എൽഷദായി എന്നുള്ള ഒരു എബ്രായ പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ പദത്തിന് വളരെ വലിയ അർത്ഥമുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെയുള്ള പേരുകൾ, പ്രത്യേകിച്ച് ദൈവത്തിന് കൊടുത്തിരിക്കുന്ന കോമ്പൗണ്ട് നെയിംസ്, സംയുക്ത നാമങ്ങൾ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. നമ്മൾ ഈ സംയുക്ത നാമങ്ങൾ വെച്ചല്ല ദൈവത്തെ വിളിക്കുന്നത്, മറിച്ച് ദൈവത്തെ നമുക്ക് എങ്ങനെ അനുഭവിക്കാൻ കഴിയും എന്നുള്ളതിന് ദൈവം അടിവരയിട്ട് ദൈവം തന്നെ നൽകുന്നതായ സംയുക്ത നാമങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥങ്ങളാണ് വളരെ പ്രധാനമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉദാഹരണമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ സൗഖ്യമാക്കുന്ന ദൈവം. ആ ഒരു ആശയത്തിന് ദൈവത്തിൻ്റെ വചനം ദൈവത്തിന് നൽകുന്നതായ സംയുക്ത നാമം എന്ന് പറയുന്നത് യഹോവ റാഫ എന്ന പദമാണ്. അപ്പോൾ ഇതുപോലെയുള്ള ധാരാളം പേരുകൾ ദൈവത്തിന് വിശുദ്ധ വേദപുസ്തകം നൽകുന്നുണ്ട്. ആ പേരുകൾ നമുക്ക് വിളിക്കാം എന്നുള്ളത് ശരിയാണെങ്കിലും വിളിയേക്കാൾ ഉപരിയായിട്ട് ദൈവം എങ്ങനെയാണ് നമ്മുടെ മുമ്പാകെ ആയിരിക്കുന്നു. രോഗിയായിരിക്കുന്ന ഒരു വ്യക്തിക്ക് യഹോവ റാഫയാണ്. അതേപോലെ തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും, മാനുഷികമായി ഒരാൾക്ക് പോലും നമ്മെ സഹായിക്കാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ദൈവം നമുക്ക് വെളിപ്പെടുന്നത് എൽഷദായി യഹോവ ആയിട്ടാണ്. യഹോവ എൽഷദായി, ദൈവം നമുക്ക് സർവശക്തനായി വെളിപ്പെടുന്നു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞ കാര്യമാണ്, ദൈവം പ്രത്യക്ഷപ്പെടുമ്പോൾ അബ്രഹാമിനോട് എന്ത് സംസാരിക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞല്ലോ, അബ്രഹാമിനോട് ദൈവം എപ്പോഴൊക്കെ സംസാരിക്കുന്നുണ്ടോ ആ സമയത്ത് ദൈവം ആദ്യം പറയുന്ന വാക്കുകൾ അബ്രഹാമിൻ്റെ അപ്പോഴത്തെ അവസ്ഥ കാണിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ എൽഷദായി ആകുന്നു, സർവശക്തനാകുന്നു എന്ന് പറയുമ്പോൾ ദൈവം ഇനി പ്രവർത്തിക്കുമോ, ദൈവം മറന്നുപോയോ, ദൈവം തൻ്റെ വാഗ്ദത്തങ്ങളെക്കുറിച്ച് മറന്നുപോയോ എന്നുള്ളതായ ഒരു സന്ദേഹത്തിൽ വന്നിരിക്കുന്നതായ ഒരു അബ്രഹാമിനോടാണ് ദൈവം പറയുന്നത്, ഞാൻ എൽഷദായി ആകുന്നു, ഞാൻ സർവശക്തൻ ആകുന്നു. ഈ പദം, അതിൻ്റെ എറ്റിമോളജി അല്ലെങ്കിൽ ആ പദത്തിൻ്റെ ശാസ്ത്രം എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്ക് അതിനെക്കുറിച്ച് ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് സംബന്ധിച്ച് പരമ്പരാഗതമായ പഠനശാസ്ത്ര പഠനവുമായി ബന്ധപ്പെട്ട് ചില വിശദീകരണങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ യഹോവ സർവശക്തിയുള്ള ദൈവമാകുന്നു എന്ന് പറയുന്നതിന് എബ്രായ ഭാഷയിൽ എൽ ഷദായി എന്നാണല്ലോ. എൽ എന്ന് പറഞ്ഞാൽ ദൈവം എന്നും, സ അല്ലെങ്കിൽ നമ്മൾ ഷ എന്ന് പറയുന്നതായ പദം ഹു എന്നുള്ള അർത്ഥത്തിൽ പരമ്പരാഗതമായി പറയുന്നു ആരാണോ,
ദൈവം ആരാണോ. അടുത്തത് ദായി, എൽ ഷദ്ദായി. ദായി എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് മതിയായവൻ എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ദൈവം ആരാണോ അവൻ മതിയായവനാണ് എന്നുള്ള അർത്ഥമാണ് എൽ ഷദ്ദായിക്ക് പരമ്പരാഗതമായി ആളുകൾ വിശദീകരിക്കുന്നത്. ഇതിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ദൈവം സർവശക്തിയുള്ളവരാണ്, എന്നാൽ അതേ സമയം തന്നെ അതിൻ്റെ മറ്റൊരു അർത്ഥം അവൻ മതിയായവനായ ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് വിഷയങ്ങളിലാണെങ്കിലും ദൈവം എനിക്ക് മതിയായവനാണ് എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് മാത്രമേ എൻ്റെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുവാൻ സാധ്യമാവുകയുള്ളൂ. സാധാരണയായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ആദ്യം മനുഷ്യനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ദൈവത്തിൽ വിശ്വാസമുള്ള ആളുകൾ പോലും മനുഷ്യരിൽ നിന്നുള്ള സാധ്യതകളെയാണ് അവർ അന്വേഷിക്കുന്നത്. പക്ഷേ അവർ അത് അന്വേഷിച്ച് അവർക്ക് സഹായിക്കാൻ കഴിയാത്തതായ ഒരു അവസ്ഥയിലാണെങ്കിൽ നമ്മൾ അപ്പോഴായിരിക്കാം ദൈവത്തിലേക്ക് തിരിയുന്നത്. പക്ഷേ മനുഷ്യരുടെ മുമ്പിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ്, എൻ്റെ ജീവിതത്തിലുള്ള സകല കാര്യങ്ങളെയും നിർവഹിപ്പാൻ മതിയായവനായ ഒരു ദൈവം എനിക്ക് വേണ്ടിയുണ്ട്. ക്ലാർക്ക് എന്നറിയപ്പെടുന്നതായ ഒരു വേദപണ്ഡിതൻ ഇപ്രകാരം പറഞ്ഞു, ഈ എൽ ഷദ്ദായി എന്ന വാക്കിന്റെ അർത്ഥം അനുഗ്രഹങ്ങളെ ചൊരിയുന്നതായ ദൈവം എന്ന് പറഞ്ഞാൽ അവങ്കിൽ നിന്നും എപ്പോഴും അനുഗ്രഹത്തിന്റെ ചൊരിയലുകൾ ഉണ്ടാകും. ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു വ്യക്തി പോലും നിരാശപ്പെട്ടു പോകുകയില്ല. അവന്റെ വാക്ക് കേട്ട് അനുസരിച്ച് നിൽക്കുന്ന ഏതൊരു വ്യക്തിക്കും അവനിൽ നിന്നും അനുഗ്രഹങ്ങൾ ധാരാളമായി അവങ്കിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. മറ്റൊരു വിശദീകരണത്തിൽ എൽ ഷദ്ദായി എന്നുള്ള ആ വാക്കിൽ ഈ ഷാത്ത് എന്ന് പറയുന്നതായ എബ്രായ പദത്തിന്റെ മറ്റൊരു അർത്ഥമായിട്ട് വിശേഷിപ്പിക്കുന്നത് പുരുഷന്റെ നെഞ്ച്, അവന്റെ ചെസ്റ്റ് എന്നുള്ള അർത്ഥത്തിലാണ്. അതേപോലെ തന്നെ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു അമ്മയുടെ മാർവ് എന്ന നിലയിൽ അവൾ നൽകുന്നതായ പരിപോഷണം, അതേപോലെ തന്നെ അവൾ കൊടുക്കുന്നതായ ആശ്വാസവും അഭയവും എന്നുള്ള അർത്ഥവും ഈ എൽ ഷദ്ദായിക്ക് കൽപ്പിക്കുന്നതായ വിശദീകരണങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ദൈവം ശക്തിയുള്ളവൻ എന്നുള്ള ആ ഒരു അർത്ഥത്തെക്കാളും ഉപരിയായിട്ട്, അതിനേക്കാളും കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് ദൈവം നമ്മെ ഏത് പ്രയാസത്തിലും ആശ്വസിപ്പിക്കുന്നവനും നമുക്ക് പരിപോഷണം നൽകുന്നവനും, അതേപോലെ തന്നെ ഒരു ശക്തിയുള്ള പുരുഷൻ അവൻ എത്രത്തോളം ശക്തിമാനാണ്, അവന്റെ ശക്തിയിൽ ആശ്രയിക്കുന്നതായ അനുഭവങ്ങൾ എന്ന പോലെ തന്നെ ദൈവത്തെ നമുക്ക് ആശ്രയിപ്പാൻ കഴിയും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ ഓരോരുത്തരും ദൈവം സർവശക്തിയുള്ള ദൈവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ ശക്തിയെ നമ്മൾ തീർച്ചയായിട്ടും ഗ്രഹിക്കണം. അതേപോലെ തന്നെ ദൈവം നമുക്ക് നൽകുന്നതായ അഭയം, ദൈവം നമുക്ക് നൽകുന്നതായ പരിപോഷണം, അതേ ഒരു ശക്തനായ ഒരു പുരുഷന്റെ മാർവെന്ന പോലെ അവന് നമ്മെ സഹായിക്കാൻ കഴിയും എന്നുള്ളതായ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് പോലെ തന്നെ ദൈവത്തിന് എന്നെ സഹായിക്കാൻ കഴിയും എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ നിൽക്കണം എന്നുള്ളതാണ് കർത്താവിയുടെ എൽ ഷദ്ദായി എന്ന് അബ്രഹാമിനോട് പറയാൻ കാരണം. അതായത് ആശ്രയിക്കുന്നതായ മനുഷ്യർ എല്ലാവരും മാറിപ്പോകുമ്പോൾ നീ വിശ്വസിക്കുന്നതായ നിന്റെ ദൈവം ഒരു നാളും നിന്നെ വിട്ടുമാറുകയില്ല. എന്ന് മാത്രമല്ല അവൻ നിന്നെ വിടുവിപ്പാൻ ശക്തനാണ് എന്നുള്ളതായ സന്ദേശമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോടൊക്കെ എനിക്ക് പറയുവാൻ കഴിയുന്നതായ ഒരു പ്രധാനപ്പെട്ട സന്ദേശം, നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നമ്മൾ അവനെ വിശ്വസിക്കുക, അവനെ ആശ്രയിക്കുക, അവങ്കിലേക്ക് നോക്കിയിരിക്കുക. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ ദൈവം തീർച്ചയായിട്ടും നമ്മെക്കുറിച്ച് മനസ്സിലാക്കും, നമ്മൾ അവനെ മാത്രമാണ് നോക്കിയിരിക്കുന്നത് എന്നുള്ളത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് പ്രയാസങ്ങളുടെ വേളയിലാണെങ്കിൽ പോലും, ഏത് ചെറുതാണോ വലുതാണോ, അതിൽ പോലും ദൈവത്തെ ആശ്രയിക്കാൻ കഴിയുന്നതായ ഒരു ഹൃദയം, ഒരു മനസ്സ്, ഒരു സ്വഭാവം, ഒരു ജീവിത രീതി, ഒരു പ്രകൃതം നമുക്കുണ്ടെങ്കിൽ അതെ, നമ്മുടെ എല്ലാ വിഷയങ്ങളിലും നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ അവൻ സർവശക്തനാണ്. നമ്മൾ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തെ കാത്തിരിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറയുണ്ടായല്ലോ, ഈ ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് ആ വിശ്വാസം നിലനിൽക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യമുള്ള കാര്യം കാത്തിരിക്കുവാനും നമുക്ക് സാധിക്കണം. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, ആ പ്രവൃത്തി ദൈവം ആരംഭിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് വളരെ ക്ഷമയോടുകൂടെ കാത്തിരിക്കാൻ കഴിയുന്നവർക്കാണ് അതേ ദൈവത്തിൻ്റെ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ കാത്തിരിപ്പിൻ്റെ ചില സമയങ്ങൾ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു.
അതിലൂടെ എന്താണ് ദൈവം നമ്മളിൽ ചെയ്യുന്നത്? കാത്തിരിപ്പിലൂടെ ദൈവം നമ്മെ തൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി, താൻ ഇഷ്ടപ്പെടുന്നതായ ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മെ തയ്യാറാക്കുന്നു എന്നുള്ള വിവരം നമ്മൾ ഒരു നാളും മറന്നു പോകരുത്. അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ സന്ദേശത്തിലൂടെ നമ്മൾ ഓരോരുത്തരും ദൈവത്തോടുള്ള ബന്ധത്തിൽ വളരെ ആഴത്തിലേക്ക് കടന്നു വന്ന് ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിപ്പാൻ നമുക്ക് സാധിക്കണം. അതെ, അവൻ നമുക്ക് സർവശക്തിയുള്ള ദൈവമാണ്, നമ്മെ സഹായിക്കുന്നതായ ദൈവമാണ്, നമുക്ക് അഭയം നൽകുന്നതായ ദൈവമാണ്, നമ്മളെ പരിപോഷിപ്പിക്കുന്നവനായ ദൈവമാണ്. അതേപോലെ തന്നെ നമ്മുടെ ഏത് സമയത്തും നമുക്ക് അവനെ ആശ്രയിക്കാൻ തക്കതായ ബലമുള്ളവനാണ് നമ്മുടെ ദൈവം. മറ്റൊരർത്ഥത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളിലേക്കും അവൻ്റെ കൈ ചെല്ലുന്നു എന്നുള്ള അർത്ഥം ഈ എൽശദ എന്നുള്ള വിഷയത്തിലുണ്ട്. അതെ, നമ്മൾ വിശ്വസിക്കണം, എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ വിഷയങ്ങളിലും ദൈവത്തിൻ്റെ കരം ഉണ്ട്. നെഹമ്യാവ് പറഞ്ഞില്ലേ, എൻ്റെ ദൈവത്തിൻ്റെ കരം എനിക്ക് അനുകൂലമായിരുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചതെല്ലാം രാജാവ് എനിക്ക് വേണ്ടി നൽകി. അതിനാൽ നമുക്ക് ഇന്ന് നമ്മെ തന്നെ ദൈവങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. അതെ, ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാൻ കഴിയട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദിവസത്തിനായി നന്ദി പറയുന്നു. നല്ല സന്ദേശത്തിനായി സ്തോത്രം. അങ്ങ് സർവശക്തിയുള്ള ദൈവം എന്നുള്ള ആ ഒരു വിഷയം ഇന്ന് ഞങ്ങൾക്ക് ചിന്തിപ്പാൻ, ധ്യാനിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ സഹായിച്ചല്ലോ. കർത്താവെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ, അവരുടെ ജീവിതത്തിൻ്റെ ഏത് വിഷയങ്ങളാണെങ്കിൽ പോലും ഞങ്ങൾ വിശ്വസിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുമ്പോൾ, ദൈവത്തിൽ പൂർണ്ണമായും ഞങ്ങൾ ആശ്രയിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ഞങ്ങളിൽ വെളിപ്പെടും എന്നുള്ള ആ പ്രതീക്ഷയോടുകൂടി, ചിന്തയോടുകൂടി ഇരിക്കാനും ദൈവത്തിന് പ്രവൃത്തി കാണുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനം കേട്ട ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കുക. ആത്മീയമായി കൂട്ടാൻ എനിക്ക് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.